മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ഞായറാഴ്ചയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത്. എതിരാളികളും മറ്റാരുമല്ല, ജംഷഡ്പൂർ FC തന്നെയാണ്. നിലവിൽ പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്താണ് ജംഷഡ്പൂർ FC നിലകൊള്ളുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 10ാമതും. കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FCക്കെതിരെ ഇറക്കാനുള്ള സാധ്യതാ ലൈനപ്പും ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ FCയുമായിട്ടുള്ള കണക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ജംഷഡ്പൂർ FCയും കേരള ബ്ലാസ്റ്റേഴ്സും ISLൽ 16 മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു 16 മത്സരങ്ങളിൽ നിന്ന് 3 മാത്രമേ ജംഷഡ്പൂർ FC വിജയിച്ചിട്ടുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 5 വിജയം കണ്ടെത്തിയിട്ടുണ്ട്. 8 മത്സരങ്ങൾ സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു 16 മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FCയുടെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ജംഷഡ്പൂർ FC ആണെങ്കിൽ 19 ഗോളുകളും അടിച്ചിട്ടുണ്ട്. അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലൊന്നും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് JFCക്കെതിരെ ആദ്യ 11 ഇറക്കുക. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും. ഡിഫൻസിൽ 2 സെന്റർ ബാക്കുകളിലായിക്കൊണ്ട് മിലോസും അതുപോലെ തന്നെ പ്രീതം ഗോട്ടാലും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത്. റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗിനെ മാറ്റിക്കൊണ്ട് നമുക്കിനി ഐബൻ ഡോഹ്ലിങ്ങിനെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മത്സരത്തിൽ പരിക്കിൽ നിന്നെല്ലാം മുക്തനായിക്കൊണ്ട് ഐബൻ ഡോഹ്ലിംഗ് സബ്ബായിക്കൊണ്ട് കളിക്കളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് ആദ്യ ലെവലിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോഷയും ഉണ്ടാകും. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് നമുക്ക് വിപിൻ മോഹനൻ പരിക്കിൽ നിന്നെല്ലാം മുക്തനായിക്കൊണ്ട് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദ്യ ലെവലിൽ പ്രതീക്ഷിക്കാം. വിപിനോടൊപ്പം ഫ്രെഡിയും ഉണ്ടാവാനാണ് സാധ്യതകൾ കാണുന്നത്. ഇവർക്കൊപ്പം അറ്റാക്കർ ആയിക്കൊണ്ട് അഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ നോഹ സദോരിയും ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ കോറോ സിംഗും ഉണ്ടാകും. മുന്നേറ്റത്തിനിടയിൽ ഗോളടിക്കാനായിക്കൊണ്ട് ഏക സ്ട്രൈക്കർ ആയിക്കൊണ്ട് നമുക്ക് ജീസസിന്റെ പകരക്കാരനായിക്കൊണ്ട് പെപ്രയെ പ്രതീക്ഷിക്കാം. ജീസസ് പരിക്കിൽ നിന്നെല്ലാം മുക്തനായിക്കൊണ്ട് 100% ഫിറ്റ് ആയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീസസിന് ഇവിടെ സാധ്യതകൾ നൽകുന്നില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ FCയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.